നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നേ വരെ ഒരു കേസിൽ മാത്രമാണ് കൃത്യമായി പ്രതിയായിട്ടുള്ളത്. അത് SNC ലാവ്ലിൻ കേസാണ്. നമുക്കറിയാം, SNC ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസാണ്. ഇത് സംഭവിച്ച 1996-ലാണ്, 96-97 കാലഘട്ടത്തിലാണ്. അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഉണ്ടായുള്ള അഴിമതിയാണ്. ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ പുനരുദ്ധാരണവും അതേപോലെ നവീകരണത്തിനും വേണ്ടി നേരത്തെ ഈ ബാലാനന്ദൻ, അതായത് CITൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് MP-യുമായ സമുന്നതനായ CPM നേതാവുമായ ഈ ബാലാനന്ദൻ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിൽ 100 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന സ്ഥാപനം ഈ പദ്ധതികളുടെ പുനരുദ്ധാരണവും അതേപോലെ എല്ലാ അറ്റകുറ്റപ്പണികളും അതേപോലെ എക്യുപ്മെൻസും കൊടുത്തോളാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആ റിപ്പോർട്ട് ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞ് യാതൊരു നിയമസാധുതയില്ലാതെ ആഗോള ടെൻഡർ വിളിക്കാതെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് കേരള സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ കേരള പവർ അതോറിറ്റിയുടെ അനുമതി ഇല്ലാതെ SNC ലാവ്ലിൻ എന്ന കമ്പനിക്ക് 278 കോടി രൂപ കരാർ ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ കരാറിൽ ഒപ്പിട്ടു പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് 98.3 കോടി രൂപ വരാൻ വേണ്ടി സൗജന്യ ഫണ്ട് കിട്ടാനുള്ള MOU സൈൻ ചെയ്തു. എന്നാൽ രണ്ടും നടന്നില്ല. 278 കോടി രൂപയുടെ അകത്ത് അതായത് 178 കോടി രൂപ പിണറായി വിജയനും സംഘവും തട്ടിയെടുത്തു. കൂടാതെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ടതായ 98.3 കോടി രൂപ കനേഡിയൻ ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞ 98.3 കോടി രൂപയിൽ 75 കോടി രൂപ വന്നത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ്. ഇതാണ് ആ കേസ്. ആ കേസിൽ FIR എൻ്റെ പരാതി പ്രകാരം CBI അന്വേഷണം ഹൈക്കോടതി ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാ ഡോക്യുമെൻറ്റും കൊടുത്തു. ആ ഡോക്യുമെൻ്റ് പ്രകാരം പിണറായി വിജയൻ മുഖ്യപ്രതിയായിക്കൊണ്ട് ലാവ്ലിൻ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അത് പിണറായി വിജയൻ വളഞ്ഞ വഴിയിൽ കൂടെ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു. വിചാരണ കൂടാതെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കൊണ്ടുവരാൻ വേണ്ടി ഹൈക്കോടതിയിലും കൊടുത്തു. സുപ്രീം കോടതിയിൽ 8 കൊല്ലമായി നിൽക്കുകയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് കേന്ദ്ര ഗവൺമെൻറ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലാവ്ലിൻ കേസ്. എന്നാൽ അതിനേക്കാൾ ഭീകരമായൊരു കേസുണ്ട്. രാജ്യദ്രോഹ കുറ്റം ചെയ്ത, മാഫിയ പ്രവർത്തനം ചെയ്ത, അതായത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയത്, ഡോളർ കടത്ത് നടത്തിയത്. ഇതിൽ പിണറായി വിജയൻ മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും പ്രതിയാണെന്നുള്ള കസ്റ്റംസിൻ്റെ ഒരു റെക്കോർഡാണ്, ഹൈക്കോടതിയിൽ കൊടുത്ത റെക്കോർഡാണ് ഞാൻ പുറത്തുവിടുന്നത്. ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽഡ് ബൈ ദ കമ്മീഷൻ ഓഫ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ വായിക്കുന്നത്. ഇതിൽ പിണറായി വിജയനും അതേപോലെ നമ്മുടെ ശ്രീരാമകൃഷ്ണൻ 2 മന്ത്രിമാരും കൂടാതെ കേരളത്തിലും അതേപോലെ UAE കോൺസുലേറ്റിലും UAEയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു ബിസിനസ്സുകാരനും ഇതിൽ മുഖ്യപ്രതിയാണ് എന്നുകൂടി എന്നെ പറയുന്നുണ്ട്. ഞാൻ ആ പേര് വായിക്കാം. ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഡോക്യുമെൻറ്റിൽ, കസ്റ്റംസ് ഫയൽ ചെയ്ത ഡോക്യുമെൻറ്റിലെ 9ാം പേരയിൽ പറയുന്ന കാര്യമാണ് വായിക്കുന്നത്. ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഇൻ ദ 108 statement and 164 statement the first respondent has made shocking revelations, അതായത് സ്വപ്ന സുരേഷ് ആണ് റിവിലേഷൻ നടത്തി അബൌട്ട് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹോണറബിൾ സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ശ്രീരാമകൃഷ്ണൻ എന്ന കാലഘട്ടത്തിൽ, ആൻഡ് സം ഹോണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ്, കൂടാതെ ചില മന്ത്രിമാരും, അതായത് നമ്മളെ KT ജലീൽ അടക്കമുള്ള മന്ത്രിമാരും നടത്തിയിട്ടുള്ള ഗുരുതരമായ കുറ്റങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഷീ ഹാസ് മെയ്ഡ് ഷോക്കിംഗ് റിവിലേഷൻസ് അബൌട്ട് the Chief Minister's close connection with the previous Consul General of UAE and the illegal monetary transactions carried out. Her close connection with the Chief Minister, his principal secretary and a personal staff was also revealed by the first respondent. She has also stated with clarity about smuggling of small foreign currency at the instance of the Honorable Chief Minister and Honorable Speaker with the help of consulate. She has also clearly stated about the improper and illegal activities of 3 Honorable Ministers of State Government and the Honorable Speaker. She has further stated about the involvement and kickbacks received by the high-profile persons from various deals. The respondent had stated that she is aware of all these transactions, was witness to the same, as she is well versed in Arabic language, hence was forced to act
as the translator between the above said persons and persons of middle class origin in all their crucial interactions. The role of former Principal Secretary in acting as the link between the high-profile politicians of Kerala and the UAE consulate officials as well as some others, and in coordinating the illegal financial dealings under the cover of various activities and projects of the state government was also revealed by her. അതായത് 29 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, ഡോളർ കടത്ത് നടത്തി. ഇതിൽ 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും, അതായത് കഴിഞ്ഞ മിനിസ്ട്രിയിലെ 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പിണറായി വിജയനും അതേപോലെ നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും കുറ്റക്കാരാണെന്ന് ഇവരാണ് ഡോളർ കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കസ്റ്റംസ് കൃത്യമായി ഹൈക്കോടതിയിൽ കൊടുത്ത രേഖയിൽ പറയുന്നത്. അതായത് പിണറായി വിജയനെതിരെ തെളിവില്ല എന്ന് പറയുന്നത് വെറും കള്ളമാണ്. ശ്രീരാമകൃഷ്ണനെതിരെ തെളിവില്ല എന്ന് പറയുന്നത് കള്ളമാണ്. 3 മിനിസ്റ്റേഴ്സിനെതിരെ തെളിവില്ല എന്ന് പറയുന്നത് കള്ളമാണ്. ഇവർക്കൊക്കെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ട്, ഡോളർ കടത്തിൽ പങ്കുണ്ട് എന്നുള്ള കസ്റ്റംസിൻ്റെ രേഖയാണ്. അതായത് BJP പിണറായി വിജയനെ സംരക്ഷിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാതെ സംരക്ഷിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രൈം പുറത്തുവിടുന്നത്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷായും അതേപോലെ മോദിയും പിണറായി വിജയനെ സംരക്ഷിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിലാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്. ഇതിൽ കേരളത്തിൻ്റെ BJP പ്രസിഡന്റുമാരായിരുന്ന മുൻ മന്ത്രിയുമായിരുന്ന കേന്ദ്രമന്ത്രിയുമായിരുന്ന V. മുരളീധരനും K. സുരേന്ദ്രനും ഇതിൽ മുഖ്യ പങ്കുണ്ടെന്നും ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ ഷെയറും ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ ക്രൈം പുറത്തുവിട്ടിട്ടുള്ളത്. അതൊക്കെ BJP കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പിണറായി വിജയൻ അധോലോക മാഫിയ കിങ് ആണ് എന്നുള്ളതാണ് കസ്റ്റംസ് കൊടുത്ത ഈ റിപ്പോർട്ടിലുള്ളത്. അതേപോലെ തന്നെ ശ്രീരാമകൃഷ്ണനും ഇതിൽ മുഖ്യ പങ്കാളിത്തമുണ്ട് എന്ന് പറയുന്ന കൃത്യമായുള്ള തെളിവാണ് ഈ രേഖയിലുള്ളത്. നന്ദി, നമസ്കാരം.